നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് DTFS പ്രോപ്പർട്ടീസ് ആണ്. സോ DTFS എന്താണെന്ന് പറഞ്ഞു, ഡിസ്ക്രീറ്റ് ടൈം ഫൊറിയർ സീരീസ്. അപ്പോൾ DTFS ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ DTFS ഇക്വേഷൻ എന്ന് പറയുന്നത് x of n ഈസ് ഈക്വൽ ടു സമ്മേഷൻ k ഈസ് ഈക്വൽ ടു n. n മീൻസ് പീരീഡ് ആണ്, ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ആണ്. CK e raised to jk omega naught n, where the Fourier series coefficient CK അല്ലെങ്കിൽ XK എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. CK is equal to 1/n summation n is equal to n x of n e raised to minus jk omega naught n. അപ്പോൾ പീരിയോഡിക് സിഗ്നൽസിൻ്റെ ഡിസ്ക്രീറ്റ് ടൈം പീരിയോഡിക് സിഗ്നൽസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ DTFS എന്ന് പഠിച്ചു. സോ DTFSൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. നമ്മൾ CTFSൻ്റെ പഠിച്ചിരുന്നു. സിമിലർലി DTFSൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഫസ്റ്റ് വൺ ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് എക്സ് ഓഫ് എൻ എന്ന് പറയുന്നൊരു സിഗ്നലിൻ്റെ കോഎഫിഷ്യൻറ്റ് ഞാൻ CK എന്ന് കൊടുത്തു, ആൻഡ് y of n Fourier series coefficient dk. So CK and dk are the two coefficients of x of n and y of n. രണ്ട് പീരിയോഡിക് സിഗ്നൽസിൻ്റെ കോഎഫിഷ്യൻസ് ഇതാണെങ്കിൽ, then ax of n പ്ലസ് by of n ഇതിൻ്റെ ഫൊറിയർ സീരീസ് കോഎഫിഷ്യൻറ്റ് എന്തായിരിക്കും? അത് ack പ്ലസ് bdk ഇതായിരിക്കും. ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് കിട്ടുന്നത്. സോ നമുക്കിത് പ്രൂവ് ചെയ്യണം. സോ പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രൂഫ് ഈ LHS ടേമിന് ഞാൻ z ഓഫ് n എന്ന് കൊടുത്തു. ലെറ്റ് x ഓഫ് n ax ഓഫ് n പ്ലസ് by ഓഫ് n ഈസ് ഈക്വൽ ടു z ഓഫ് n, ദെൻ ack പ്ലസ് bdk ഇതിനെ നമുക്ക് zk എന്നും കൊടുക്കാം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് z ഓഫ് എന്നിൻ്റെ എന്ന് പറഞ്ഞാൽ ax ഓഫ് n പ്ലസ് by ഓഫ് n അതിൻ്റെ കോഎഫിഷ്യൻറ്റ് zk ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ zk എന്ന് പറയുന്നത് ack പ്ലസ് bdk ആണ്. സോ പ്രൂഫ് നമുക്ക് ചെയ്യാം. അപ്പം zkയുടെ എക്സ്പ്രഷനാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് zkയുടെ എക്സ്പ്രഷൻ 1/n ഇൻവേഴ്സ് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് CKയുടെ അറിയാം. സോ zk മീൻസ് z ഓഫ് എന്നിൻ്റെ എക്സ്പ്രഷൻ. സോ 1/n സമ്മേഷൻ n ഈസ് ഈക്വൽ ടു n z ഓഫ് n e raised to minus jk omega naught n. So this is equal to 1/n summation n is equal to n. Z of n can be represented as ax of n plus by of n into e raised to minus jk omega naught n. Then ഇത് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ a നമുക്ക് കോൺസ്റ്റൻ്റ് എഴുതാം. a ഇൻറ്റു 1/n ഇൻറ്റു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു n x ഓഫ് n ഇൻറ്റു e റേസ് ടു മൈനസ് jk ഒമേഗ നോട്ട് n പ്ലസ് b ഇൻറ്റു 1/n ഇൻറ്റു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു n y ഓഫ് n ഇൻറ്റു e റേസ് ടു മൈനസ് jk ഒമേഗ നോട്ട് n. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. സോ എ കോൺസ്റ്റൻ്റ് ആണ്. റിമൈനിങ് ഈ ടേം എന്ന് പറയുന്നത് ഇത് കോഎഫിഷ്യൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷനാണ്. എക്സ് ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് CK. കോഎഫിഷ്യൻറ്റ് നമ്മൾ CK ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു y ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യനെ ഇത് y ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതിനെ നമ്മൾ dk വെച്ചിട്ടുമാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ b ഇൻറ്റു dk. സോ നമുക്ക് ഈ രീതിയിൽ, അതായത് zk എന്ന് പറയുന്നത് ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തു. അതായിരുന്നു നമ്മുടെ പ്രൂഫ്. ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് zk ആയിരിക്കണം. zk എന്ന് പറഞ്ഞാൽ ack പ്ലസ് bdk. സോ ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇതാണ് പറയുന്നത്. ഇഫ് എക്സ് ഓഫ് എൻ Fourier series coefficient CK x of n into CK ആണെങ്കിൽ
എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ടിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സി കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ നോട്ട് എൻ നോട്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. സോ ഞാൻ ഈ എക്സ് ഓഫ് എൻ മൈനസ് എൻ നോട്ടിനെ നമ്മൾ വൈ ഓഫ് എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം? ആൻഡ് ദിസ് കോഎഫിഷ്യൻ്റ് ഈസ് വൈ കെ. സോ ഈ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവാണ്. സോ പ്രൂഫ്. സോ വൈ കെയുടെ എക്സ്പ്രഷൻ എഴുതുക. വൈ കെ മീൻസ് ഈ ടേം ആണ്. സോ വൈ കെ ഈക്വൽ ടു 1/n summation n is equal to n y of n e raised to minus jk omega naught n, and this is equal to 1/n summation n is equal to n y of n ന് പകരം നമുക്ക് x of n minus n naught എന്ന് കൊടുക്കാം. അതിനെയാണ് നമ്മൾ y of n ആയിട്ട് അസ്യൂം ചെയ്തത്, ഇൻറ്റു e raised to minus jk omega naught n. സോ നമ്മൾ ആ ഒരു വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്ക് എന്നിൻ്റെ ഡ്യൂറേഷൻ അറിയാം, n പീരീഡ് വരെയാണ്. സോ n നമുക്ക് എന്ത് ഡ്യൂറേഷനിൽ അല്ലെങ്കിൽ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് n പീരീഡ് ആണെന്നേ ഉള്ളൂ. സോ അതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ as 0 to n minus 1. 0 to n minus 1 മീൻസ് അത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് n തന്നെ ആയിരിക്കും. സോ 0 to n minus 1 x of n minus n naught into e raised to minus jk omega naught n. So ഇവിടെ put n minus n naught is equal to m എന്ന് കൊടുക്കുക. put n minus n naught is equal to m. So നമുക്ക് as n tends to 0 n-ൻ്റെ വാല്യൂ ലിമിറ്റ് മാറും. n tends to 0 m എന്താവും? m will tends to minus n naught, and as n tends to n minus 1 m will tends to n minus 1 minus n naught. സോ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കാരണം ലിമിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യണം. ലിമിറ്റ് ചേഞ്ച് ചെയ്തില്ലെങ്കിലും അത് കുഴപ്പമില്ലെങ്കിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1/n സമ്മേഷൻ m ഈസ് ഈക്വൽ ടു, ഇപ്പോൾ n എന്നുള്ളത് m-ലേക്ക് മാറി. സോ m എവിടെ തൊട്ട് എവിടം വരെയാണ്? മൈനസ് n naught തൊട്ട് n minus 1 minus n naught x of m. So n minus x of m into e raised to minus jk omega naught. ഇവിടെ n-ന് പകരം m plus n naught എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. and this is equal to 1/n summation m is equal to minus n naught to n minus 1 minus n naught x of m into e raised to minus jk omega naught m into e raised to minus jk omega naught n naught. സോ ഇത് എമ്മിലുള്ള എക്സ്പ്രഷനും ഇതൊരു കോൺസ്റ്റൻറ്റുമാണ്. സോ നമുക്ക് അതിനെ വെളിയിലെടുക്കാം. e raised to minus jk omega naught n naught into 1/n summation m is equal to minus n naught to n minus 1 minus n naught x of m into e raised to minus jk omega naught m. സോ ഇത് നമുക്ക് ആ സമ്മേഷൻ വെളിയിലെടുക്കാം, കാരണം അത് എം വരുന്ന ഇക്വേഷൻ അല്ല, ഇത് എമ്മിൻ്റെ ഇക്വേഷൻസ് ആണ്. അതിന് ഞാൻ ഗ്രൂപ്പ് ചെയ്ത് എഴുതി. സോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ പീരീഡ് n തന്നെയാണ്. നമ്മളത് ഡിഫറൻസ് എടുത്ത് നോക്കിയാലും m തന്നെയാണ്, അല്ലെങ്കിൽ 0 to n minus 1 തന്നെയാണ് ആ ഡ്യൂറേഷൻ. സോ അത് ഇക്വലൻ്റ് ആണ്. സോ ഇതെന്ന് പറയുന്നത് e raised to minus jk omega naught n naught into, ഇതിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഇത് നമുക്ക് yk, ഇതെന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് xk ആയിട്ടാണ്, അല്ലെങ്കിൽ ck. എക്സ് ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് ck ആയിട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. സോ ഇത് എക്സ് ഓഫ് എന്നിൻ്റെ ഇൻവേഴ്സ് ഇക്വേഷൻ തന്നെയാണ്, എമ്മിലാണെന്നേ ഉള്ളൂ. സോ ദിസ് ക്യാൻ ബി represented as ck. സോ നമുക്ക് yk ഈസ് ഈക്വൽ ടു ഈ രീതിയിൽ വാല്യൂ കിട്ടും, ykയുടെ വാല്യൂ ഇങ്ങനെ കിട്ടും. സോ ഈ രീതിയിലാണ് നമുക്ക് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യേണ്ടത്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ദെൻ നമുക്ക് പഠിക്കാനുള്ള അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി
So frequency shifting property idana, if x of n coefficient ck, x of n ന്റെ coefficient ck ആണെങ്കിൽ then നമുക്ക് ഷിഫ്റ്റിംഗ് വരേണ്ടത് ഇവിടാണ്. ദാറ്റ് ഈസ് സി കെ മൈനസ് എം എന്ന് പറയുന്ന ഒരു ഷിഫ്റ്റിംഗ് നമുക്ക് വരണമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ദാറ്റ് ഈസ് ഇ റേസ് ടു ജെ എം ഒമേഗ നോട്ട് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ. ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് സി കെ മൈനസ് എം എന്ന് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. സോ ഞാൻ ഈ ലെഫ്റ്റിലുള്ളതിനെ നമ്മൾ വൈ ഓഫ് എൻ ആയിട്ട് ചൂസ് ചെയ്യുകയാണ്, റൈറ്റിലുള്ളതിനെ. സോ വൈ ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? വൈ കെ. സോ ഇതാണ് നമുക്ക് കിട്ടേണ്ട പ്രോപ്പർട്ടി. സോ നമുക്ക് പ്രൂഫ് നോക്കാം. സോ വൈ കെയുടെ എക്സ്പ്രഷനാണ് നമ്മൾ എഴുതേണ്ടത്. വൈ കെ ഈസ് ഈക്വൽ ടു 1/n summation n is equal to n y of n e raised to minus jk omega naught n. സോ ആ ഒരു ജനറൽ ഇക്വേഷൻ എഴുതി. സോ y of n എന്തായിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്? n is equal to, നമുക്ക് ഡ്യൂറേഷൻ 0 to n-1 തന്നെ കൊടുക്കാം. y of n പകരം ഈ വാല്യൂ കൊടുക്കാം, e raised to jm omega naught n into x of n. ഇതാണ് y of n into ഒരു e raised to minus jk omega naught n കൂടെ ഉണ്ട്. Then this can be expressed as 1/n summation n is equal to 0 to n-1 x of n into, ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു, ഈ രണ്ട് എക്സ്പോണൻഷ്യൽ ടേംസിനെയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു കെ മൈനസ് എം ഒമേഗ നോട്ട് എൻ എന്ന് എഴുതാം. സോ ഇവിടെ എം 0 ആയിരുന്നെങ്കിൽ ഇത് സി കെ എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ആണ്. സോ ഇവിടെ ആ സി കെയ്ക്ക് ഒരു ഷിഫ്റ്റിംഗ് ആണ്, കെ മൈനസ് എം ഷിഫ്റ്റിംഗ് വന്നേക്കുവാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് സി ഓഫ് കെ മൈനസ് എം. സോ എം 0 ആയിരുന്നെങ്കിൽ ഇത് സി കെ ആണ്. സോ ദിസ് കോഎഫിഷ്യൻ്റ് ഈസ് ഷിഫ്റ്റഡ് ബൈ എം. സോ കെ മൈനസ് എം. സോ ഇത് സി കെ മൈനസ് എമ്മിൻ്റെ ഇൻവേഴ്സ് കോഎഫിഷ്യൻറ്റ്, എക്സ് ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻറ്റ് വാല്യൂ ഷിഫ്റ്റഡ് വിത്ത് എം. സോ സി കെ മൈനസ് എം നമുക്ക് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി കിട്ടും. സോ നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകാം, ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. ദാറ്റ് ഈസ് ദ ഫോർത്ത് വൺ, ടൈം റിവേഴ്സൽ. Time reversal property. So time reversal property idana, if x of n coefficient ck, then x of minus n coefficient എന്ന് പറയുന്നത് c of minus k ആയിരിക്കും. സോ ഇത് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ പ്രൂഫ് ഇതാണ്. സോ നമുക്ക് ഇതിനെ y of n എന്ന് കൊടുക്കാം. x of minus n is equal to y of n. ദെൻ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? y k ആയിരിക്കും. സോ y kയുടെ എക്സ്പ്രഷൻ എഴുതാം. y k is equal to 1/n summation n is equal to n y of n e raised to minus jk omega naught n. This is equal to 1/n summation n is equal to 0 to n-1. y of n പകരം നമുക്ക് x of minus n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇൻറ്റു e raised to minus jk omega naught n. ദെൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് തന്നെയാണ്, ഷിഫ്റ്റിങ്ങിനും എല്ലാം യൂസ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. പുട്ട് മൈനസ് n is equal to m. സോ ഇവിടെ നമുക്ക് n-നെ ആസ് n tends to 0, m will tends to 0. as n tends to n-1, m will tends to minus of n-1. സോ ഇവിടെ ലിമിറ്റ് പ്രശ്നമില്ല. സോ വൈ കെ ഈസ് ഈക്വൽ ടു, കാരണം പീരിയോഡിക് സിഗ്നൽ ആയതുകൊണ്ട് ലിമിറ്റ് ഒരു പ്രശ്നമല്ല. സോ 1/n summation n is equal to 0 to minus of n-1 x of m, മൈനസ് n നമ്മൾ m കൊടുത്തു, ഇൻറ്റു e raised to minus jk omega naught. ഈ എന്നിന് പകരം നമുക്ക് മൈനസ് എം എന്ന് കൊടുക്കാം. അപ്പോൾ ഫുൾ ഇക്വേഷൻ ഇതും എം ആണ്, എം ഈക്വൽ ടു ഫുൾ ഇക്വേഷൻ എമ്മിലായി. സോ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 1/n summation m is equal to 0 to minus of n-1
എക്സ് ഓഫ് എം ഇൻറ്റു ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ മൈനസ് ഞാൻ ഈ കെയ്ക്ക് കൊടുത്ത് എഴുതുവാണെങ്കിൽ മൈനസ് ജെ മൈനസ് കെ ഒമേഗ നോട്ട് എം. സോ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുവാണെങ്കിൽ ലിമിറ്റ് എങ്ങനെ വന്നാലും പ്രശ്നമില്ല, കാരണം ഇത് ഡ്യൂറേഷൻ n തന്നെ ആയിരിക്കും. m is equal to 0 to minus n minus 1 മീൻസ് ഡ്യൂറേഷൻ n തന്നെ ആയിരിക്കും. സോ n ആ ഒരു ഇൻ്റർവെല്ല് തന്നെ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഇക്വേഷനാണ്. ഇവിടെ നമുക്ക് കെയ്ക്ക് പകരം മൈനസ് കെ ആണ് വന്നിരിക്കുന്നത്. എക്സ് ഓഫ് എന്നിൻ്റെ ഇക്വേഷൻ തന്നെയാണ്. എക്സ് ഓഫ് എം പറഞ്ഞിരിക്കുന്നത് എമ്മിലാണ് ഇക്വേഷൻ, എന്നിൽ എക്സ് ഓഫ് എൻ തന്നെയാണ്. എക്സ് ഓഫ് എന്നിൻ്റെ ഇൻവേഴ്സ് ഇക്വേഷൻ തന്നെയാണ് ഇത്. സോ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, കെയ്ക്ക് മൈനസ് കെ. സോ നമുക്ക് എങ്ങനെ എഴുതാം? സി ഓഫ് മൈനസ് കെ. ഇത് ഇൻവേഴ്സ് ഇക്വേഷനാണ്. സി ഓഫ് മൈനസ് കെ എന്ന് നമുക്കിതിനെ എഴുതാം, കാരണം ഇവിടെ കെയ്ക്ക് ഒരു മൈനസ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് സി ഓഫ് മൈനസ് കെ. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി, സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് പാർസിവൽസ് റിലേഷൻ. സോ പാർസിവൽസ് റിലേഷൻ ഓഫ് ഫൊറിയർ സീരീസ്. പാർസിവൽ റിലേഷൻ ഇത് ഫൊറിയർ ട്രാൻസ്ഫോമിനും ഉണ്ട്, ഫൊറിയർ സീരീസിനും ഉണ്ട്. സോ നമുക്ക് നോക്കാം. ഇഫ് എക്സ് ഓഫ് എൻ കോഎഫിഷ്യൻറ്റ് എക്സ് കെ then 1 by n summation n is equal to n x of n the whole square is equal to ആണ് summation k is equal to n mod of xk the whole square. സോ ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്, പാർസിവൽസ് തിയറം പറയുന്നത്. സോ നമുക്ക് പ്രൂഫ് നോക്കാം. പ്രൂഫ് ഇതാണ്. ലെഫ്റ്റ് സൈഡ് എടുക്കുന്നു. 1 by n summation n is equal to n mod of x of n the whole square, and this can be written as 1 by n summation n is equal to n. ഈ mod x of n the whole square നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, x of n into x conjugate of n. ദെൻ ആ സെക്കൻഡ് ടേം, ആ x conjugate of n എന്ന് പറയുന്ന എഴുതുന്ന ഇക്വേഷനെ summation n is equal to n x of n ഇൻറ്റു ഈ x of n-നെ നമുക്ക് x of n-ൻ്റെ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. സമ്മേഷൻ k is equal to n xk ck ഇൻറ്റു ഇവിടെ ck എന്ന് വെച്ച് ഡിഫൈൻ ചെയ്യാം, നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്. സോ x of n-ൻ്റെ നമുക്ക് ck ആണെങ്കിൽ എന്ത് വരും? ck സ്ക്വയർ എന്ന് വരും. സോ ഇവിടെ നമ്മൾ ck ആണ് യൂസ് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ ck xk എന്ന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ എക്സ് കോൺജുഗേറ്റ് ഓഫ് എന്നിൻ്റെ എക്സ്പ്രഷൻ, എക്സ് ഓഫ് എന്നിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? സി കെ ഇൻറ്റു ഇ റേസ് ടു ജെ കെ ഒമേഗ നോട്ട് എൻ, എക്സ് ഓഫ് എന്നിൻ്റെ കോൺജുഗേറ്റ്. സോ ദ ഹോൾ കോൺജുഗേറ്റ് അങ്ങനെ എഴുതി. ഇനി ആ കോൺജുഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ n ഈസ് ഈക്വൽ ടു 1 to n ഈസ് ഈക്വൽ ടു n എക്സ് ഓഫ് എൻ ഇൻറ്റു സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു n സി കെ. ഇവിടെ സി കെയുടെ കോൺജുഗേറ്റ് വരും, സി കെ കോൺജുഗേറ്റ്. എക്സ്പോണൻഷ്യലിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുമ്പോൾ മൈനസ് ടൈം ആയിട്ട് മാറി, റേസ് ടു മൈനസ് ജെ കെ ഒമേഗ നോട്ട് എൻ. സോ ഈ രീതിയിൽ നമ്മൾ വരും. ഇനി നമ്മൾ ഈ ഇൻ്റർചേഞ്ചിങ് ദ ഓർഡർ ഓഫ് സമ്മേഷൻ, ഇൻ്റർചേഞ്ചിങ് ദ ഓർഡർ ഓഫ് സമ്മേഷൻ. സോ ആ സമ്മേഷൻ്റെ ഓർഡർ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു എൻ എക്സ് സി കെ കോൺജുഗേറ്റ്. ഈ ടേം ഞാൻ എടുത്തു. ദെൻ എന്നിൻ്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുവാണ്. ദറ്റ് ഈസ് 1 by n സമ്മേഷൻ n ഈസ് ഈക്വൽ ടു n എക്സ് ഓഫ് n ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ കെ ഒമേഗ നോട്ട് എൻ. ശരിക്കും ഈ ബ്രാക്കറ്റിലുള്ള ആ ഒരു ടേം എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ്, എക്സ് ഓഫ് എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേഷനാണ്. സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു എൻ സി കെ കോൺജുഗേറ്റ്, ഇതെന്ന് പറയുന്നത് സി കെ തന്നെയാണ്. സോ സമ്മേഷൻ കെ ഈസ് ഈക്വൽ ടു എൻ, നമ്മൾ മോഡ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയറിനെ എക്സ് ഓഫ് എൻ ഇൻറ്റു എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ എന്ന് എഴുതിയതുപോലെ സി കെ കോൺജുഗേറ്റ് ഇൻറ്റു സി കെ എന്ന് പറഞ്ഞാൽ മോഡ് സി കെ ദ ഹോൾ സ്ക്വയർ ആണ്. സോ ഇതാണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത് പാർസിവൽസ് റിലേഷൻ. സോ ഇത്രയും പ്രോപ്പർട്ടീസ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 പ്രോപ്പർട്ടീസാണ്. സോ ഇത് പഠിക്കുക.
ഡി ടി എഫ് എസിൻ്റെ പ്രോപ്പർട്ടീസ്, ഡി ടി എഫ് എസിൻ്റെ ഇക്വേഷന് നമ്മളപ്പോൾ ഇൻവേഴ്സ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് എല്ലാ പ്രോപ്പർട്ടീസും പ്രൂവ് ചെയ്തത്. അതിനകത്ത് പാർസിബിൾസ് റിലേഷൻ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് പാർസിബിൾസ് റിലേഷൻ. നമുക്കിനി അടുത്ത ലെക്ചറിൽ DTFT ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.